Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. In prayer, I prepare the Sanchana. Prayer, I prepare the now. Another part, not a prayer. There shall be a blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. Okay. First part, the chapter and the Caribbean on the Parago. Message I came in or Parago, chapter and the complete. Child welfare, the mock test to get the ചെയ്തു മാം. mock test to get it. ഞാൻ സ്റ്റാറ്റസ് പറയാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എടുത്തു. ഇല്ലേ? ഇനി ഫസ്റ്റ് എയ്ഡ് എടുത്തു. ചൈൽഡ് വെൽഫെയർ എടുത്തു. ഇത് മൂന്നും എന്റെ ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തു കഴിഞ്ഞു. അല്ലേ? ആദിരാമസ് ഇല്ലേ? ആദിരാമസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തതെന്ന് പറയാമോ? Ma'am, chapter 7. ഹെൽത്ത് കെയർ എടുത്തു. 6 എടുത്തോണ്ടിരിക്കുക. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തോണ്ടിരിക്കും. ശരണ്യ മിസ് 1, 2 പിന്നെ 3 ഇപ്പം പഠിപ്പിച്ചോണ്ടിരിക്കുക. 3 സ്റ്റാർട്ട് ചെയ്തു മിസ്. സ്റ്റാർട്ട് ചെയ്തു. എവിടെ വരെ എത്തി? 3 ഫാറ്റ് വരെ. ഫാറ്റ് വരത്തി. ഫാറ്റ് അല്ലേ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് പാർട്ടില് ഏകദേശം എന്റെ ഭാഗം പോർഷൻ വേഗം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഞാൻ അടുത്ത ഇതിലേക്ക് പോവാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയിലേക്ക് പോകട്ടെ. പാർട്ട് 2ലേക്ക് ഒരു മിനിറ്റ്. പാർട്ട് 2 എടുക്കട്ടെ എല്ലാവരും. മാം പാർട്ട് 4 എടുക്കണെന്നല്ല പറഞ്ഞിരുന്ന. പാർട്ട് 4 ആണ് എടുക്കുന്നത് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഓർഡറിൽ പോവാനായിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ടാണ്. ഓക്കെ. Good afternoon, ma'am. പാർട്ട് 2 ഉണ്ട് നിങ്ങളുടെ കയ്യില് അവൈലബിൾ ആണോ? യെസ് ഉണ്ട്. മാം ഒരു കാര്യം ചോദിക്കട്ടെ മാം. മാം മോഡൽ എക്സാം എപ്പത്തേക്കായിരിക്കും എന്തിന് ഐഡിയ ഉണ്ടോ? മൊഡ്യൂള് 1 കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത്. മൊഡ്യൂളില് പാർട്ട് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ മൊഡ്യൂള് 10 കഴിയണം. എന്നാലാണ് മോഡൽ വരുന്നത് കേട്ടോ. അത് മൊഡ്യൂള് ഫസ്റ്റ് എന്ന് പറയുന്നത് 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ആണ്. സെക്കൻഡ് പാർട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. തേർഡും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പാർട്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഫോർത്ത് പാർട്ടാണ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. ഈ 4 പാർട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? മോഡൽ എക്സാം വന്നേട്ടാ. ഓക്കെ മാം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിന്റെ മോഡൽ വരും.
ദെൻ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ് പിന്നെ വന്ന പോർഷൻ. മെയിൻ എക്സാം അതിനായിരിക്കും. ഞാൻ പാർട്ട് എടുക്കട്ടെ. ഡൗട്ട് ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്. അതില്ലേ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഏത് മൊഡ്യൂളിൽ പെട്ടതാ? എന്താണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റേ ഏത് മൊഡ്യൂളിൽ പെട്ടതാണെന്ന് അറിയോ? ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണോ? ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പാർട്ട് 3 വരുന്നല്ലേ അത്? മനസ്സിലായില്ല. അതെ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് 7 എന്ന് പറയുന്നതേ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്നതാണോ? യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് ആ യൂണിറ്റ് 7 അല്ല, യൂണിറ്റ് 3 അല്ല, പാർട്ട് 3 യൂണിറ്റ് 7 ആണ്. അത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയല്ലേ? ആ ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ടാണ്. ആരെങ്കിലും എടുത്തിട്ടുണ്ടോ പോർഷൻ? അത് ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. എന്താണ് അത് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. പാർട്ട് 3 ആണ്. ഓക്കെ, താങ്ക് യു. ഞാൻ പഠിക്കണത് ഒരു ചെറിയ കസ്റ്റമറൊക്കെ അതുകൊണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ഓർഡറിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പിന്നെ ഫോർത്ത് ആ ഒരു റൂട്ടിൽ തന്നെ പോവാൻ പറ്റും. അത് ഫോളോ ചെയ്യണം. ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ആണ്. അത് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യത്തെ പോർഷൻ. എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യണോട്ടെ എല്ലാവരും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് തന്നെ കേട്ടാ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അറിയുന്നത്. ഈ ഗ്രോത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ പോർഷനിൽ ഇല്ലാത്ത കുറച്ച് പോർഷൻസ് ആണ് ആദ്യം പറയുന്നത്, എന്നിട്ടാണ് ഗ്രോത്തിലേക്ക് വരുന്നത്. Educational program should be framed on the basis of growth and development of the child. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ബേസിലാണ്. ഓരോ കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എത്ര വയസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടിയെ ചേർക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ? എത്ര വയസ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഏജ്? 6 വയസ്സ്. 6 വയസ്സാവുമ്പോഴാണ് കുട്ടീനെ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കേണ്ടത്. അപ്പൊ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ആവണമെങ്കിൽ എത്രയും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ 6 ഇയേഴ്സ്. പാർട്ട് 2 ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇയർ ആവണമെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 6 വയസ്സില്. അതിന് മുമ്പൊക്കെ ഉള്ളത് എന്താണ്? കിൻഡർ ഗാർഡൻ ആ ഒരു സെഷനാണ് കേട്ടോ. അതിന് മുമ്പത്തെ പാർട്സ് ഒക്കെ എങ്ങനെയാണ്? മുമ്പത്തെ ഏജ് എന്ന് പറഞ്ഞാല് സൗണ്ടിന്റെ പ്രശ്നമാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ലിയർ ആവാത്തയാണോ? മാം ആ നോട്ട് ഒന്ന് കാണിക്കോടെ. എന്ത് നോട്ടാണോ? ഒട്ടും ക്ലിയർ ആവണില്ല സൗണ്ട്. 1 മിനിറ്റ് കേട്ടോ. ഒരു എക്കോ ഉണ്ട് മാം, അതാ. അതെ മിസ് പറയുന്ന തന്നെ എക്കോ ആയിട്ട് ഒരു സൗണ്ട് എന്തോ പോലെ പോകുന്നു. 1 മിനിറ്റ് ഞാനൊന്ന് ടെക്നിക്കലി പറയാട്ടോ. ഇനി വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. നിങ്ങള് എക്കോന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഉണ്ടായിരിക്കും പ്രശ്നം. ഇപ്പൊ കേക്കാം.
ഇപ്പോഴും കേൾക്കോ? കേൾക്കാം. ക്ലിയർ ആണെന്നല്ലേ? ക്ലിയർ ആണ്. യെസ് മാം. അപ്പൊ നമുക്ക് പറഞ്ഞത് എന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കേസാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഓരോ ചൈൽഡിന്റെ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സെയിം ആണെന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലെ? ഗ്രോത്തും ഡെവലപ്മെന്റും ഏകദേശം സെയിം ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയുമാണ്. ക്ലിയർ ഇല്ല മിസ്. ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് മ്യൂട്ട് ആക്കട്ടെ. എല്ലാവരെയും ഓൺ മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ആ പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത്. അതായത് മ്യൂട്ട് മാറ്റുകയും ചെയ്യാം കേട്ടോ. ഡിസ്കസിന്റെ പോർഷൻ വരുമ്പോ മ്യൂട്ട് മാറ്റുക. മാം ആ മൊഡ്യൂളിന്റെ ആ സ്ക്രീനിൽ ഒന്ന് കാണിക്കോ? എന്താണ് മൊഡ്യൂളിന്റെ അതൊന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കോ? സിലബസ് ആണോ ഉദ്ദേശിച്ചത്? ആ എനിക്ക് സിലബസ് എവിടെ കണക്കിൽ അറിഞ്ഞൂടാ. ഓക്കെ. നോക്കിട്ട് കാണില്ല കേട്ടാ. ഞാൻ അതെ, ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടിട്ടേ രണ്ടാമത്തെ പാർട്ടാണത്, സെക്കൻഡ് പാർട്ട്. ഒരു മിനിറ്റ് സിലബസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം. അത് ഡൗട്ട് കൺഫ്യൂഷൻ വരുന്നത് അതാണ് എന്ന് പറയാം കേട്ടോ. കണ്ടിട്ട് ഈ മൊഡ്യൂള് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു കേട്ടോ ആരെങ്കിലും. ഫസ്റ്റ് മൊഡ്യൂളില് 4 പാർട്ട്. അത് രണ്ടാമത്തെ പാർട്ടായിരിക്കും ഇത്. അതെ, പാർട്ട് 2. പാർട്ട് 1 ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി മിസ് എടുത്തോണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, ഫുഡ്, ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ്. പാർട്ട് 2 ഫസ്റ്റത്തെയാണ് വേണ്ടത്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. പാർട്ട് 1 അപർണ മിസ് എടുത്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? അപർണ മിസ് എടുത്തത് മൊഡ്യൂൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്, ഫസ്റ്റ് എയ്ഡ്, ചൈൽഡ് വെൽഫെയർ, ആ 3 ചാപ്റ്റർ. 4, 5, 8. എല്ലാവർക്കും മോണ്ടിസോറി സിലബസ് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് മിസ്സേ, കാണുന്നുണ്ട്. ഓക്കെ, ഇതില് ഫസ്റ്റ് പാർട്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ആരെടുത്തു? ശരണ്യ മിസ് എടുത്തു. ഹെൽത്ത് ആൻഡ് ഹൈജീനും ശരണ്യ മിസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് മിസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? ഇനി ഇതില് ഫോർത്ത് ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ഞാൻ എടുത്ത പോർഷൻ ആണ്. ഫസ്റ്റ് എയ്ഡ് മെന്റലിന് കിടക്കുന്നത്, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ എടുത്തു. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന് ആതിര മിസ് എടുത്തോണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയോ? ഇല്ല. ഓക്കെ, ആ മിസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയർ ആതിര മിസ് എടുത്തോണ്ടിരിക്കുകയാണ്. ചൈൽഡ് വെൽഫെയർ ഞാൻ എടുത്ത പോർഷൻ ആണ്. ഞാൻ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ചൈൽഡ് വെൽഫെയർ ആണ്. ഓക്കെ, അപ്പൊ എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാർട്ട് 2ലേക്ക് എടുത്തു തുടങ്ങിയത്. ഓക്കെ, എന്റെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാർട്ട് 2ലേക്ക് എടുക്കുകയാണ്. അതില്ല ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇത് പാർട്ട് 2ല് 10 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, നീഡ്, ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇത്രയുമാണ് പാർട്ട് 2ലുള്ളത്.
പാർട്ട് 2 എന്റെ ഫസ്റ്റ് പോർഷൻ ആണ് ഏത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഏതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. മിസ്സേ അതായത് മിസ്സുമാരെടുക്കുന്ന ചാപ്റ്ററിന്റെ നമ്പർ അങ്ങനെ ഒന്ന് ഇട്ട് തരാമോ? അത് ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടാലും എനിക്കിങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനെ ഒരു ഡൗട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആരെങ്കിലും. നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇന്ന ടീച്ചേഴ്സ് ഇന്ന ചാപ്റ്റേഴ്സ് ആണ് ഇട്ടത്. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. മാം തന്നെയല്ലേ ഇനി എടുക്കുന്നത്? ഞാൻ അതിനെ കുറിച്ച് ഇൻഫർമേഷൻ തരാട്ടോ. ചിലപ്പോ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ബാക്കി 5 വേറെ ആരെങ്കിലും ആയിട്ട് എടുക്കണേട്ടാ. എക്സാം വരുന്നത് മോഡൽ എക്സാം എന്താണ് മോഡൽ എക്സാം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ മൊഡ്യൂള് വരുന്നതാണ്. ഈ മൊഡ്യൂള് വന്നില്ല, പാർട്ടുകൾ ഫുള്ള് കംപ്ലീറ്റ് ആവണം. പാർട്ട് 2 കംപ്ലീറ്റ് ആവണം. പാർട്ട് 3 പാർട്ട് 4 വരെ കംപ്ലീറ്റ് ആയാലാണ് നമ്മുടെ മൊഡ്യൂള് 1 കഴിയുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് 1 കഴിയുമ്പോൾ ഫസ്റ്റ് മോഡൽ വരും. പാർട്ട് 2 മുഴുവൻ മിസ് തന്നെയാണ് എടുക്കുന്നത്. അതിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. എന്നോട് എന്റെ എടുക്കാനാ പറഞ്ഞത്. എന്റെ പോർഷൻ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞത്. ഉറപ്പ് പറയണില്ല കേട്ടോ. ചിലപ്പോ ആദ്യ ചാപ്റ്ററിന് വേറെ മിസ് ആയിരിക്കും, ആദ്യ മിസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ആയിക്കോട്ടോ. മാം ശരണ്യ മിസ് ഒരു അസൈൻമെന്റ് തന്നിരുന്നു, ഇതുവരെ നോക്കിയിട്ടില്ല. അടുത്ത ചൊവ്വാഴ്ച സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അതിന് മുന്നേ മാം നോക്കുമെന്ന് പറഞ്ഞു. സബ്മിറ്റ് ചെയ്തോ നിങ്ങൾ? ചെയ്യാൻ പറഞ്ഞു. അതിനകം നോക്കാന്ന് പറഞ്ഞായിരുന്നു മാം. മാം കുറച്ച് ആൾക്കാർക്കൊക്കെ നോക്കി മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? കൊറേ ദിവസമായി സബ്മിറ്റ് ചെയ്തിട്ട്. നമ്മുടെതൊക്കെ നോക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊറേ ദിവസമായി സബ്മിറ്റ് ചെയ്തിട്ട്. അത് 3 നോക്കുന്നല്ലേ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുള്ളത് ഗ്രൂപ്പില്. മാർക്ക് വന്നിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ, അത് നോക്കിയോ? അടുത്ത ചൊവ്വാഴ്ച വരെ മാം സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അതിനുള്ളിൽ മാം നോക്കി തരാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച വരെ ഇനി ടൈം ഉണ്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം, മാമിന്റെ അടുത്ത ക്ലാസ് വരെ. ഇനി വരാനുണ്ട്. എല്ലാവരുടെ മാർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, അത് ചിലപ്പോ അടുത്ത ആ ഡേറ്റ് കഴിയുമ്പോ എല്ലാവരുടെയും മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും മിസ്. ക്ലാസ് ഉണ്ട്, ഇതൊന്നും ഇതല്ല. ടൈം കിട്ടുമ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യാതെ നല്ലത്. ഓക്കെ, എന്റെ നോട്ട് അവൈലബിൾ ആണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ വോയിസ് ഒക്കെ ചെയ്തിരിക്കും. ഓക്കെ, നോട്ട് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പോയിന്റ്സ് എഴുതിയെടുക്കാനായിട്ട് ഞാൻ തരാം കേട്ടോ. ഈ ഗ്രോത്തിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഞാൻ ഗ്രോത്ത് എന്താണെന്ന് പറയാം. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ച, ഒരു വ്യക്തിയുടെ വളർച്ചയിൽ നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് റെഫേഴ്സ് ടു dimensional augmentations of cellular multiplication. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സെൽഫിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്നത്. സെല്ലിന്റെ നമ്മൾ വിചാരിക്കും നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ ഓരോ സെല്ലും വലുതായിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള ഗ്രോത്ത് ഓരോ സെല്ലിന്റെ നമ്പേഴ്സിലാണ് എന്ത് വരുന്നത്, മാറ്റം വരുന്നത്. നമ്പേഴ്സ് സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സെല്ലിന്റെ നമ്പേഴ്സിൽ എന്ത് പറയണം, മാറ്റം വരാനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. Or quantitative changes in the size, weight and numbers. അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സൈസില് അല്ലെങ്കിൽ വെയിറ്റില് അല്ലെങ്കിൽ നമ്പേഴ്സിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ വ്യക്തിക്ക് ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ, എടുത്ത എല്ലാവരും. ഓക്കെ, എന്നിട്ട് എഴുതിയ ഗ്രോത്തിന്റെ ഹെഡിങ് കൊടുത്തേ. ഗ്രോത്തിന്റെ ഹെഡിങ് കൊടുത്താ ഗ്രോത്തിന് ഹെഡിങ് കൊടുത്തു, എഴുതിക്കോ. ഗ്രോത്ത് റെഫേഴ്സ് ടു growth refers to dimensional argumentations of cellular multiplication. 1 minute down. നോക്കട്ടാ, ആർഗ്യുമെന്റേഷൻ ഞാൻ ടൈപ്പ് ചെയ്യണ്ടാടാ. ആർഗ്യുമെന്റേഷൻ ഓഫ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തയക്കാം. ഓഫ് സൈസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. കഴിഞ്ഞു, ശ്രദ്ധിക്കാം. ഗ്രോത്ത് റെഫേഴ്സ് ടു dimensional argumentation of cellular multiplication. അത് അണ്ടർലൈൻ ചെയ്യും. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്, ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയിറ്റ് ആൻഡ് നമ്പേഴ്സ്. എന്തെടുത്തത്, എഴുതിയെടുത്ത. ഓക്കെ, എന്താ പറയുന്നത്, ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എഴുതാൻ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്. നമ്മുടെ സൈസില്, വെയിറ്റില്, നമ്പേഴ്സിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ ഒരു 3 പോയിന്റ്സ് എഴുതിക്കോട്ടെ. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ നിന്ന് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ്. Growth is quantitative in nature. Growth is quantitative in nature. Quantitative in nature എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. Growth is quantitative in nature. തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത് സൗണ്ടിന്റെ പ്രശ്നം തോന്നുന്നത് കേട്ടാ. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ എന്ന് എഴുതിയ ഫസ്റ്റ് പോയിന്റ്.
അടുത്തൊരു പോയിന്റ് ആണ് ഗ്രോത്തിന്റെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. കാരണം ഒരു പർട്ടിക്കുലർ ഏജ് വരെയാണ് ഒരു കുട്ടി എന്താണ് വളരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് ഒരു ടീനേജ് ഒക്കെ ആയപ്പോ 19 വയസ്സായപ്പോ ആ ഹൈറ്റ് മെച്യൂരിറ്റി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വളർന്നിട്ടില്ല ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ഒരു ഏജിൽ ഉണ്ടായിരുന്ന ഹൈറ്റ് തന്നെയാണ് ഇപ്പോഴും വന്നത്. വെയിറ്റിൽ ചെറിയ വെരിഫിക്കേഷൻ വരെ നമ്മുടെ ഫുഡിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിലും ഈ ഹൈറ്റിൽ മാറ്റം വന്നില്ല. അപ്പൊ ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ലൈഫ് ലോങ് എന്ത് സംഭവിക്കുന്നുള്ള നമ്മൾ വളർന്നില്ല, അല്ല എന്താ പറയാ, ഗ്രോത്ത് സംഭവിക്കുന്നില്ല. ഗ്രോത്ത് നോട്ട് എ continuous process. Growth not growth not a continuous process. Next point, it is stopped with the attainment of maturity. It is stopped with the attainment of maturity. Growth ഒരു സ്റ്റേജ് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആകും. It is stopped with the attainment of maturity. It is stopped with the attainment of maturity. It is structural in nature. It is structural in nature. It is structural in nature. The point, it is stopped with the attainment of maturity. It is stopped with the attainment of maturity. ഈ ഓരോ പോയിന്റ്സ് ഇതൊന്നും ഇപ്പൊ എഴുതിയെടുത്തില്ല, അതൊരാൾക്ക് വായിക്കോ? ഞാൻ മ്യൂട്ട് മാറ്റാം. ആരൊരാളൊന്ന് വായിക്കോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ്? ബാക്കി എല്ലാവരും ഒന്നാമത്തെ പോയിന്റ് ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ. രണ്ടാമത്തെ പോയിന്റ് ഗ്രോത്ത് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് സ്റ്റോപ്പ് വിത്ത് അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. നാലാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഓക്കെ, ഒരു പോയിന്റും കൂടി മിസ്സായിട്ടുണ്ട്. ആ പോയിന്റ് എഴുതിയെടുത്തോട്ടാ എല്ലാവരും. Growth refers to the changes. Growth refers to the changes in the particular aspect of body. In the particular aspect of body. Growth refers to the changes in the particular aspect of body. Growth refers to the changes in the particular aspect of the body due to cell multiplication. Due to cell multiplication. Growth refers to the changes in the particular aspect of the body due to cell multiplication. എഴുതിയെടുത്ത എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ ഗ്രോത്തിന്റെ കാര്യം പറയാണ്. Growth refers to dimensional argumentation, cellular multiplication. നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സെല്ലുകളുടെ വളർച്ചയല്ല. നമ്മുടെ ഓരോ സെല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിന്നിയായിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് എന്ത് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ആ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയണത്?
ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സെല്ലിന്റെ ഗ്രോത്ത്, സെല്ല് വളർന്നില്ല, സെൽസിന്റെ നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇരട്ടിക്കുന്നത്. സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയിറ്റ് ആൻഡ് നമ്പേഴ്സ്. നമ്മുടെ സൈസ്, അതേപോലെ വെയിറ്റ്, അതേപോലെ നമ്പേഴ്സിൽ വരുന്ന മാറ്റത്തിനെയും എന്ത് പറയും, ഗ്രോത്ത് എന്ന് പറയും. അടുത്ത പോയിന്റ്, അതില് ഈ ഡെഫിനേഷനിൽ നമുക്ക് ക്ലിയർ ആവുന്നത് ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ ദ പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ ബോഡി ഡ്യൂ ടു സെൽ മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ബോഡിയിൽ മാറ്റം സംഭവിക്കണം. എന്തുകൊണ്ട്? നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കൈയൊക്കെ ഇരിക്കും. അത് വലുതാവുന്നതനുസരിച്ച് ആ കൈയിന്റെ സൈസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സെല്ലിന്റെ വലുപ്പമല്ല, നമ്മളിപ്പോ വലുതാവണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സെല്ല് വലുതാവുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, സെൽസിന്റെ നമ്പേഴ്സിലാണ് എന്ത് വരുന്നത്, കൂടുതൽ നമ്പേഴ്സ് ഓഫ് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് കേട്ടോ, ഗ്രോത്ത് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്താ, വെയിറ്റ്, ഹൈറ്റ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് കുട്ടികളൊക്കെ വലുതായി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവരുടെ വെയിറ്റ് എടുത്ത് നോക്കും. വെയിറ്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവര് ഗ്രോ ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഗ്രോത്ത് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു പർട്ടിക്കുലർ ഏജ് വരെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ എന്താവണം, അവര് അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഒരു ടീനേജ് ഒക്കെ എത്തുന്ന വരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. മെച്ചൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. ഇത് സ്റ്റോപ്പ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്ചൂരിറ്റി. മെച്ചൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും സ്റ്റോപ്പ് ആയിരുന്നു. ദെൻ ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. ഘടനാപരമായുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാണ്, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക് ഗ്രോത്ത് എന്താന്നുള്ളത്? ഞാൻ ഒരാളെ കൊണ്ട് ഞാൻ പറയാം, അയാൾ മാത്രം എന്ത് ചെയ്യാം, പോയിന്റ്സ് വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് പറയാം കേട്ടോ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ആരാ പറയാനായിട്ട് റെഡി ആയിരിക്കുമല്ലോ. ഞാൻ പറയാം. സ്നേഹ, ഈ പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. പോയിന്റ്സ് പറയണം, ദെൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് എഴുതി എടുത്തിട്ടില്ല. റെക്കോർഡ് ക്ലാസ് നോക്കിയിട്ട് എഴുതിയെടുക്കണം പോയിന്റ്സ്. ഇപ്പൊ ഒരാൾ പറയും, അത് കേട്ടിട്ട് എഴുതിയെടുക്കണം. ആരാണ് പറയാൻ റെഡി ആയിരിക്കുന്നത്? വൃന്ദ അല്ലെ? വൃന്ദ കേട്ടി. ഓക്കെ മിസ് പറയട്ടെ. ഓക്കെ പറഞ്ഞോട്ടെ, ഞാൻ മ്യൂട്ട് ആവേണേ. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഗ്രോത്തിൽ വെയിറ്റും ഹൈറ്റും. ഡെഫിനിഷൻ മുതൽ പറയാം. Growth refers to dimensional augmentations of cellular multiplication or quantitative change in size, weight and number. അതായത് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ ശാരീരിക ഘടനയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ചാണ് നമ്മൾ എന്താ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പോയിന്റ്സ്, ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഒരു കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ് എല്ലാം വെച്ച് നമുക്ക് അവർക്ക് വളർച്ച ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ പറ്റും. നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് ഒരു ഏജ്, പർട്ടിക്കുലർ ഏജ് വരെ അവർക്ക് വളർച്ച സംഭവിക്കുള്ളൂ, അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. അവരുടെ മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ അത് വളർച്ച സ്റ്റോപ്പ് ആവും തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. അതായത് നമ്മുടെ ശരീരത്തിലെ ഘടനാപരമായ മാറ്റങ്ങളെ ആണ് ഇത് സ്ട്രക്ചറൽ ഇൻ നേച്ചർ, ഘടനാപരമായി സംഭവിക്കുന്ന മാറ്റങ്ങളെ. ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ ദ പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ബോഡി ഡ്യൂ ടു സെൽ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ സെല്ലിൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവർക്കും പോയിന്റ്സ് കിട്ടിയല്ലോ?
ഒരു പോയിന്റ്സ് കൂടി പറഞ്ഞില്ല മിസ്സേ. ദിസ് സ്റ്റോപ്പ് വിത്ത് അച്ചീവ്മെന്റ് ഓഫ് സെക്യൂരിറ്റി. മെച്യൂരിറ്റി അത് പറഞ്ഞില്ലേ? സ്റ്റോപ്പ് വിത്ത് അച്ചീവ്മെന്റ് ഓഫ് മെച്യൂരിറ്റി പറഞ്ഞല്ലോ. അതായത് പക്വതൊക്കെ എത്തുന്ന സമയത്ത് എന്താ പറയാ സ്റ്റോപ്പ് ആവും. നമ്മുടെ കേസിൽ എക്സാമ്പിൾ ഹൈറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞു. ടീനേജിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഒക്കെ വെക്കുന്നത്. ആ ടൈം കഴിഞ്ഞ് പിന്നെ ഹൈറ്റ് വെക്കൂലെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ടീത്തിന്റെ കേസ്, നമ്മുടെ പല്ലുകളുടെ എട്ടത്തിന്റെ കേസ്, അത് ഒരു ഏജ് വരെ നമുക്ക് പല്ലുകൾ വരും. പിന്നെ അത് വളരൂല. അത് പിന്നെ എന്തായാലും കൊഴിഞ്ഞു പോകുള്ളൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ നമുക്ക് അറിവിലുണ്ടോ? അച്ചീവ്മെന്റ് ഓഫ് മെച്യൂരിറ്റി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ആവുന്നത് ഇല്ല. പിന്നെ ഇതിനോട് കൈകളില്ലേ, നമ്മുടെ കൈ ഫിംഗർ, അത് ചെറുപ്പത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും. ഈ നമ്മുടെ എന്താ പറയാ കൈപ്പത്തി വലുതാവണം, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ കുറെ ഏജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റങ്ങൾ സംഭവിക്കൂല. തോന്നുന്നു 14-18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈപ്പത്തിക്ക് അങ്ങനെ മാറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആധാറിലൊക്കെ ലിങ്കൊക്കെ ചെയ്യുമ്പോ എന്തെടുക്കാറുണ്ട്? കൈയിന്റെ ഇതെടുക്കാറില്ലേ, എന്താ പറയാ പ്രിന്റ് എടുക്കാറില്ലല്ലോ. അതിനൊന്നും മാറ്റം സംഭവിക്കാറില്ല. ദെൻ ഐസിന്റെ കാര്യം, കണ്ണിന്റെ കാര്യം, കണ്ണ് ചെറുപ്പത്തിലെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും. ഏറ്റവും ഫസ്റ്റ് പൂർണ്ണ വളർച്ച എത്തുന്ന എന്താ പറയാ ഓർഗനാണ് നമ്മുടെ ഐ, അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പത്തില് കുട്ടികളെ കാണുമ്പോ അവരുടെ കൃഷ്ണമണി ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. അവരുടെ മുഖത്തിനേക്കാളും വലിയ കൃഷ്ണമണിയാണ് തോന്നുന്നത്. അവരുടെ നോക്കുകളൊക്കെ നമ്മൾ തോന്നിച്ചു നോക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണ് ആ ഏജിൽ തന്നെ നമുക്ക് കൃഷ്ണമണിക്ക് പൂർണ്ണ വളർച്ച എത്തി. പിന്നെ അത് എന്ത് ചെയ്യൂല, വളരൂല. നമ്മൾ ജനിച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ കൃഷ്ണമണി ഉള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ വളർത്തൊരു ഓർഗനാണ്, വളരുന്നതാണ് ടച്ച് ചെയ്യും. ചെറുതായിട്ട് മാറ്റം വളർത്തേണ്ടത്. ബാക്കിയൊക്കെ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. വെയിറ്റിന്റെ കാര്യത്തില് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ടാണ് വെയിറ്റിൽ മാറ്റം വരുന്നത്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ കേസ് ആണെങ്കിൽ അതിന് വേറെ മാറ്റങ്ങളോ അല്ലെങ്കിൽ വളർച്ചയോ സംഭവിക്കുന്നില്ല. ഇങ്ങനെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണോ അതുള്ളത് അതേപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. വേറെ വെയിറ്റോ അല്ലെങ്കിൽ അത് വീണ്ടും വളർന്നൊന്നുമില്ല, സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. ഓക്കെയാണ് എല്ലാവർക്കും ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇസ് ലൈഫ് ലോങ് പ്രോസസ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. വിച്ച് കണ്ടക്റ്റഡ് വിത്ത് ഫിസിക്കൽ ബിഹേവിയർ, കൺസെപ്റ്റീവ്, ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഫിസിക്കൽ ബിഹേവിയർ, കൺസെപ്റ്റീവ് ബിഹേവിയർ, ഇമോഷണൽ ഗ്രോത്ത്, ചേഞ്ചസ്, ഇതെല്ലാം ഇതായിട്ട് റിലേറ്റ് ചെയ്യേണ്ടതാണ്. The early stage of life from babyhood to childhood. ഈ ഏതൊക്കെ സ്റ്റേജസ് ആണെന്ന് ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജസ് ആണ് പറയാനായിട്ട്. Early stages of life from babyhood to childhood. കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫന്റ് ആയിരുന്ന ടൈം മുതൽ ചൈൽഡ്ഹുഡ് വരെ, ചൈൽഡ്ഹുഡ് ടു അഡോൾസെന്റ് വരെ, അഡോൾസെന്റ് ടു അഡൾട്ട്ഹുഡ്. numerous changes are taking place. ഈ പറഞ്ഞ കാലയളവിൽ ഒരുപാട് നമ്പർ ഓഫ് ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. All through the process, each person develop an attitude and value that guide choice, relationship and understanding. ഈ പറഞ്ഞ ഈ പ്രോസസ് വഴി ഓരോ വ്യക്തിയുടെയും അവരുടെ ആറ്റിറ്റ്യൂഡും അവർക്ക് മാറ്റങ്ങൾ, അവരുടെ വാല്യൂസിനും എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ചിലപ്പോ അവർ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിരിക്കും. ഓരോ വ്യക്തി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും അവരുടെ അടുത്ത് മാറുന്നത്, ആറ്റിറ്റ്യൂഡും വാല്യൂസും മാറുന്നത്. അപ്പൊ നമ്മുടെ പോർഷനിലേക്ക് വരാം ഗ്രോത്ത്. The term growth pertains to dimensional augmentation, cellular multiplication or quantitative changes in size, weight, number. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യത്തില് സൈസ്, വെയിറ്റ്, നമ്പേഴ്സ്, ഇതിലൊക്കെ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും,
മെഷർ ചെയ്യാനൊക്കെ പറ്റും. ഹ്യൂമൻ ഗ്രോത്ത് ഈസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ്സ്. ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സിൽ വരുന്ന മാറ്റങ്ങൾ വിച്ച് കോസ് ഗ്രോത്ത് ഇൻ ഫിസിക്കലി that naturally happen in course of during early stages of life. ഈ ബയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ആവാം, നാച്ചുറലി വന്ന നാച്ചുറലി വന്ന മാറ്റങ്ങളാവാം. ഇത് കൂടുതലായിട്ട് കാണുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ്. ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത്. കുട്ടികളെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. ആ പീരീഡൊക്കെ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നോക്കാം. ഏതാണ് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ ഞാൻ പറയാം, ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്ന 2 ഏജ് ഞാൻ പറയാം. ബേബിഹുഡ് ആണ്. കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ 3 വയസ്സ് വരെ ആവണ ആ ഒരു പീരീഡ് ഇൻഫന്റ് ഏജ്. ഇൻഫന്റ് ആയിട്ടുള്ള ടൈമിൽ അപ്പൊ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. കുട്ടി എന്ത് ചെയ്യും, ആദ്യം കിടക്കായിരിക്കും, പിന്നെ കമക്കാൻ പഠിക്കണു, അപ്പോഴേക്ക് കാലൊക്കെ വെച്ച് പിന്നെ നീന്താനായിട്ട് നോക്കണം, അവൻ പതുക്കെ ഇരിക്കാൻ നോക്കുന്നു, പിന്നെ അത് എഴുന്നേറ്റ് നിൽക്കും, നടക്കും, ഓടും. അപ്പൊ പെട്ടെന്നാണ് ആ ഒരു ഏജിൽ തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ വന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ആ ഒരു സ്റ്റേബിൾ ആയിട്ട്. പിന്നെ ഇതേപോലത്തെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡോൾസെന്റ് ഏജിലാണ്, ടീനേജിലാണ്. ടീനേജിൽ നമുക്ക് ഗ്രോത്ത് കുറച്ചും കൂടി സ്പീഡപ്പ് ആയിരിക്കും, കുറച്ചും കൂടി ഭയങ്കര സ്പീഡിലാക്കിയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. നമ്മൾ പെട്ടെന്ന് കുട്ടികളായിരിക്കും, പെട്ടെന്നായിരിക്കും അവർ ഇങ്ങനെ വലിയൊരു പെങ്കൊച്ചൊക്കെ ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ചെറിയ ആമ്പിള്ളേർ പൊക്കമൊന്നും ഇല്ലാതെ ചെറിയ പിള്ളേരായിരിക്കും. പക്ഷെ അഡോൾസെന്റ് ഏജിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് അതേപോലെ താടി മുടിയൊക്കെ വളർന്ന് ഭയങ്കര പെട്ടെന്ന് അവർക്ക് എന്തോ സംഭവിക്കണം, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഓരോ കുട്ടീനെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ ഗ്രോ ചെയ്യാന്ന് പറയുന്നത് വേറെ സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് കുറച്ചും കൂടി റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത്. പിന്നെ ഈ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡോൾസെന്റ് ഏജിലാണ് പിന്നെ വന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ. ഓക്കെയാണ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, മ്യൂട്ട് അല്ലല്ലോ നിങ്ങളാരും? മ്യൂട്ടാണോ? അല്ല. അപ്പൊ ഗ്രോത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആരാ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്? സുബിത. ആരും എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? എന്റെ പിള്ളേർക്ക് നല്ല പിള്ളേരായിരുന്നല്ലോ. മനസ്സിലാവാത്തോണ്ടാണോ? ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഒരു നമുക്ക് ഫിസിക്കലായിട്ടും നമ്മുടെ സ്വഭാവം, നമ്മുടെ കൊഗ്നിറ്റീവ്, അതൊക്കെ ഇമോഷനൊക്കെ വരുന്നത് ആ ഒരു ഗ്രോത്ത്, നമ്മുടെ വളർച്ചയുടെ ഒരു ടൈമിലാണ് ഇത് വരുന്നത്. അത് പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത്, നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു ഗ്രോത്ത് കാണിക്കുന്നത് ഏർലി സ്റ്റേജ് ആണ്. അത് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ബേബിഹുഡ്, ആ ഒരു ടൈമിലായിരിക്കും ഗ്രോത്ത് പെട്ടെന്ന് നമുക്ക് കാണുന്നത്. പിന്നെ ഒരു മിഡിൽ സ്റ്റേജ് ആവുമ്പോൾ അത് വളർച്ച നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു ടീനേജ് ആവുമ്പോൾ പെട്ടെന്ന് വളർച്ച പെട്ടെന്നായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം തന്നെ. കൊറോണ ടൈമിലൊക്കെ എൻ്റെ മോൻ ചെറുതായിരുന്നേ. അപ്പൊ പെട്ടെന്ന് കൊറോണ 2 വർഷം കൊറോണ ആയിരുന്നല്ലോ. അപ്പൊ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, അയ്യോ നിന്റെ മോൻ ഇത്ര പെട്ടെന്ന് വലുതായോ എന്ന് വെച്ചാൽ പെട്ടെന്നാണ് അവൻ പെട്ടെന്ന് വലിയ കുട്ടിയായി, പെട്ടെന്ന് മീശ വന്ന് താടി വന്ന് പെട്ടെന്നായിരുന്നു അവന് ഗ്രോത്ത് ചേഞ്ച് ആയത്. പക്ഷെ ഇപ്പൊ അവന്റെ കൂടെ അവനായിരുന്നു ഏറ്റവും ഹൈറ്റും ഒക്കെ. പക്ഷെ എല്ലാ ഫ്രണ്ട്സും അവന്റെ ചെറുതായിരുന്നു, പൊക്കമില്ല, എല്ലാ ഹൈറ്റ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മോന് വളർച്ച ശരിക്കും പറഞ്ഞാൽ കുറവും, അവന്മാര് പെട്ടെന്ന് ഗ്രോത്ത് ആയി. ഇപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കണേന്. ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായത്. വേറൊരാൾ പറഞ്ഞ ഗ്രോത്തിനെ കുറിച്ച് മനസ്സിലായത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അത് നമ്മുടെ ഫിസിക്കലും ബിഹേവിയറും ഇമോഷണൽ പരമായിട്ടും ഗ്രോത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്.
ഈ ഗ്രോത്ത് പല സ്റ്റേജുകളിലാണ് നമുക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബേബിഹുഡ്, പിന്നെ നമ്മുടെ ടീനേജ് ടൈമിലൊക്കെയാണ് ഗ്രോത്ത് ഡെവലപ്പ് ആവുന്നത്. പിന്നെ നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സെല്ലുലാർ പറയട്ടെടാ, ഗ്രോത്ത് അല്ലട്ട കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെന്റ് ആണ് കണ്ടിന്യൂസ് പ്രോസസ്, ലൈഫ് ലോങ് പ്രോസസ്. ഡെവലപ്മെന്റ് ഞാനത് മാറിപ്പോയി. ലൈഫ് ലോങ് പ്രോസസ് അല്ല ഗ്രോത്ത്. ഒരു ഏജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് മെച്ചൂരിറ്റി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ ഒന്നും ഗ്രോ ചെയ്യുന്നില്ല. ഓക്കെ കേട്ടാ, ഞാൻ ക്ലാരിഫൈ ചെയ്തേന്. നമ്മൾ പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോട്ടാ. ഈ അഡോളിസൻ ആൻഡ് ഈ ഓരോ സ്റ്റേജസിലാണ് ഗ്രോത്തുകൾ സംഭവിക്കുന്നത്. പിന്നെ ഒരു മാം ഞാൻ നോക്കി എന്താടാ ക്ലിയർ ആവണില്ല? എന്റെ ഒരു കണ്ടിന്യൂസ് നോക്കിയിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. അടുത്തൊരാള് പറഞ്ഞോട്ടെ ഗ്രോത്തിനെ കുറിച്ച്. ഞാൻ പറയട്ടെ. പറഞ്ഞോ. പിന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെൽ മൾട്ടിപ്ലിക്കേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സൈസ്, വെയിറ്റ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഗ്രോത്ത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. അതൊരു മെച്യൂരിറ്റി ആവുന്ന ടൈമിൽ അത് സ്റ്റോപ്പ് ആവും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ബേബിഹുഡിലാണിത് കൂടുതലായിട്ടും ഗ്രോത്ത് സംഭവിക്കുന്നത്. പിന്നീട് അഡോളസൻസ്, ടീനേജ് പ്രായമാകുമ്പോഴാണ് അതുപോലെ പെട്ടെന്നുള്ള ഗ്രോത്ത് സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് മനസ്സിലായത്. ഓക്കെ, ഇനി അടുത്താരാണ് പറയുന്നത്? അത് പറയാനില്ലേ മാം? ഞാൻ പറഞ്ഞോ. എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അതിലൊക്കെ വരുന്ന ശാരീരിക ഘടനയിലെ മാറ്റങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രോത്ത്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഒരു മെച്യൂരിറ്റി ടൈം ആകുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ആകും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ഇതറിയാൻ പറ്റുന്നത് ബേബിഹുഡിലാണ്, പിന്നെ ടീനേജ് ആ ടൈമില്. പിന്നെന്താണ്, അത് നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു 2 ടൈമുകളിലുള്ളത്. പിന്നെ മെച്യൂരിറ്റി ആകുന്ന ഒരു ടൈമില് ഇത് ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, എല്ലാവർക്കും ഗ്രോത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ വന്നില്ലേ? നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഡെവലപ്മെന്റ്. എന്തിന് ഗ്രോത്ത് നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ്സ്, ഡെവലപ്മെന്റ് പോയിന്റ്സ് എഴുതിക്കാനുള്ളതാണ്. ഞാൻ പറയാം, പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതിയെടുത്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് എഴുതി വെച്ചോ. വികസനം, വികാസം, വികസനം, വികാസം എന്നൊക്കെ എഴുതാം. ഡെവലപ്മെന്റ് കിട്ടി കൊടുത്തോട്ടാ. ഡെവലപ്മെന്റ്, development. Development involves a series of progressive. Development involves a series of progressive, orderly and meaningful changes leading to the goal of maturity. ഒരു പ്രാവശ്യം കൂടി പറയാം. Development involves a series of progressive series, SERIES, continuous എന്നുള്ള series of progressive, orderly, and meaningful changes leading to
leading to the goal of maturity. Leading meaningful changes leading to the goal of maturity. എഴുതിയെടുത്ത് എല്ലാവരും. Leading to the എന്താണ്? leading to the goal of maturity. Goal of maturity. Okay, ma'am. വൃന്ദ ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോ. മിസ്റ്റേക്ക് എന്താ നോക്കട്ടെ. രാവിലെ ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് പ്രോഗ്രസീവ് ഓർഡർ മീനിങ്ഫുൾ ചേഞ്ച് ലീഡിംഗ് ടു ഗോൾ ഓഫ് മെച്യൂരിറ്റി. നമുക്കിത് പോയിന്റ് ആക്കിയാൽ ഓരോ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഡെഫിനിഷൻ പഠിക്കാൻ ഭയങ്കര പണിയല്ലേ. പോയിന്റ്സ് പറയാനില്ല. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. എന്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഏജ് അനുസരിച്ച് നമ്മുടെ ഡെവലപ്മെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിഹേവിയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ ബിഹേവിയർ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഫസ്റ്റ് പോയിന്റ് എഴുതിയാ, ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ. നെക്സ്റ്റ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. പ്രോഗ്രസീവ് ഇൻ നേച്ചർ അടുത്ത പോയിന്റ് ആണ്. പ്രോഗ്രസീവ് ഇൻ നേച്ചർ. പ്രോഗ്രസീവ് ഇൻ നേച്ചർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏജിന്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ടൈമിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇറ്റ് ഒക്കേഴ്സ് through maturation and experience. It occurs through maturation and experience. Maturity and experience. It occurs through maturity and experience. നമ്മുടെ മെച്യൂരിറ്റി, നമ്മുടെ പക്വത, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ എന്താ പറയുക എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇറ്റ് occurs through maturation and experience. Okay. It helps in improved functioning of the individual. Development helps in improved function. Individual functioning കുറച്ചും കൂടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് the individual. Okay. ഫസ്റ്റ് പോയിന്റ് അവിടെ ഉണ്ട് കേട്ടോ. അൻസി വൃന്ദ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നോക്കിക്കേ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ ക്വാളിറ്റി ടു ആക്സെപ്റ്റ്. ക്വാളിറ്റി ആണ്, ഒരാളുടെ ക്യാരക്ടർ നല്ലതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ പെരുമാറ്റം നല്ല രീതിയിലാണ്, പ്രായത്തെക്കാളും കവിഞ്ഞ മെച്യൂരിറ്റി ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ മെഷർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇത്ര മെച്യൂരിറ്റി ഉണ്ട്, ഇത്രയും നല്ല ക്യാരക്ടറാണ്, അങ്ങനെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. നമുക്ക് കണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അറിയാൻ പറ്റും, അല്ലാതെ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. നോട്ട് മെഷറബിൾ. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ്. ബ്രാക്കറ്റിൽ ഇരിക്കും നോട്ട് മെഷറബിൾ. സെന്റൻസ് ഒന്നും കൂടി പറ ടീച്ചർ. ഓക്കെ. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ്. മീനിങ് ആണോ? നമുക്കത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ആണ്, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റൂല, നോട്ട് മെഷറബിൾ ആണ്. നമുക്കൊരു കുട്ടിയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആണെന്ന് പറയാൻ പറ്റും, പക്ഷെ അത് ഇത്ര പെർസെന്റേജ് നല്ലതാണ്, അല്ലെങ്കിൽ വെയിറ്റ് ഹൈറ്റ് ഒക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ്.
നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, it is continuous process. Development is a continuous process. നമ്മുടെ ലൈഫ് ലോങ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത അവസാനം വരെ അത് എന്ത് ചെയ്തോണ്ടിരിക്കും? സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ ആണോ? ലാസ്റ്റത്തെ പോയിന്റ് ആണ്. It does not end with the attainment of maturity. It does not end with the attainment of maturity. നമ്മള് മെച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാല് അതൊരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. ദെൻ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി എത്തിയാലും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാട്ടോ, എല്ലാവരും ഒന്നുകൂടി പറയാം. ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികാസമാണ്. ഇറ്റ് ഇൻവോൾവ്സ് a period of progressive and orderly meaningful changes leading to goal of maturity. ഈ ഡെവലപ്മെന്റ് ഒക്കെ എന്താ കാരണം? പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഓർഡർലി ആയിട്ടുള്ള, മീനിങ്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തിനു വഴിയൊരുക്കുന്നു? നമ്മുടെ ഗോൾ ഓഫ് മെച്യൂരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ബിഹേവിയർ ഇൻ നേച്ചർ. ബിഹേവിയറിലാണ്, പെരുമാറ്റ രീതിയായിട്ടാണ്, പെരുമാറുന്ന രീതി അനുസരിച്ചായിരിക്കും എന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പ്രോഗ്രസീവ് ഇൻ നേച്ചർ, ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസീവ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ മെച്യൂരിറ്റൈസേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. മെച്യൂരിറ്റി അനുസരിച്ച്, എക്സ്പീരിയൻസ് അനുസരിച്ച് സംഭവിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് റിസൾട്ടിങ്. ലാസ്റ്റത്തെ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫങ്ഷനിങ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്, നമുക്ക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റൂല? മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് അത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി എത്തിയെന്ന് വിചാരിച്ച് ഡെവലപ്മെന്റ് സംഭവിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, വീണ്ടും അത് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫ് ലോങ്, ബേബീസിന്റെ ലൈഫ് ലോങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ പോയിന്റ്സ് കിട്ടിയോ? ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ, ആ പോയിന്റ്സുകളൊന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാ. ആ പോയിന്റ്സുകൾ ഓർഡറിൽ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാം. Ma'am, it refers to changes in behavior, progressive in nature. It occurs through maturity and experience. It helps in improved functioning of the individuals. It is a quality to accept, not measurable. Development is a continuous process. It does not end with attainment of maturity. ഓക്കെ, അടുത്ത ആരും വായിക്കുന്നത്? Ma'am, ഞാൻ വായിക്കാം. It refers to changes in behavior, progressive in nature. It occurs through maturity and experience. It helps in improved functioning of the individual. It is a qualitative aspect. It is a continuous process. It does not end with attainment of maturity. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ പോർഷനിൽ ഇല്ല, കുറച്ചും സിമ്പിൾ ആക്കി തന്നതാണ് കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടേ. ഗ്രോത്ത് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിട്ട് സിമ്പിൾ ആക്കി തന്നിരിക്കുന്നതാണ്. അതൊന്ന് നോക്കിയിട്ട് വരാം അടുത്ത ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് വരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് വരാം. മൺഡേ നമുക്ക് ബാക്കി പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.